സൂപ്പർമാൻ ആൻഡ് ലൂയിസിൻ്റെ ഫൈനൽ സീസണിൻ്റെ ഫൈനൽ എപ്പിസോഡ് ഇന്നലെ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 4ാമത്തെ സീസണിൻ്റെ 10ാമത്തെ എപ്പിസോഡ്. ഇതോടെ ഈ സീരീസ് തന്നെ കംപ്ലീറ്റ് ആയി. ആൻഡ് ഐ കുഡ് സേ ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് സൂപ്പർ ഹീറോ സീരീസ് എവർ. പക്ഷേ ഇതിന് വേണ്ടത്ര റിസപ്ഷൻ കിട്ടാറില്ല. ഒരു അൺറേറ്റഡ് സീരീസാണ്. പലർക്കും ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പോലും അറിയില്ല. ചിലർ ചിലപ്പോൾ ആരോവേഴ്സിൻ്റെയോ അല്ലെങ്കിൽ CWയുടെ മറ്റ് സീരീസുകളെ വെച്ച് കമ്പയർ ചെയ്ത് ഇപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഫ്ലാഷും ആരോ അങ്ങനത്തെ കുറേ സീരീസുകളുണ്ട്. ഈവൻ സൂപ്പർ ഗേൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സീരീസുകളൊക്കെ കാണുന്ന ഒരു നിർബന്ധമില്ല. പക്ഷേ ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ ക്രോസ് ഓവറൊക്കെ വരും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു 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 രസമുണ്ട് ഈ സാധനം കാണാൻ. ആദ്യ സീസൺ മുതൽ അവസാന സീസൺ വരെ ഒരു ഫ്ലോ ഉണ്ട്. ഒരു നല്ലൊരു സ്റ്റാർട്ട് ആൻഡ് നല്ലൊരു എൻഡ് ഉണ്ട്. ഇപ്പോൾ ഫ്ലാഷൊക്കെ പല സീസണുകളും കണ്ടപ്പോൾ ഫസ്റ്റ് സീസണിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് സാച്ചുറേറ്റ് ആയി. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു സാധനം കാണുന്ന പോലെ തന്നെ റിപ്പീറ്റ് അടിച്ചിട്ട് ഒരു കഥയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്നൊന്നും ഇല്ലാതെ തന്നെ പോകുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പേഴ്സണലി ഫ്ലാഷൊക്കെ. പക്ഷേ ഈ സാധനം അങ്ങനെയല്ല. നല്ല ക്വാളിറ്റി ഉള്ളൊരു സീരീസാണ്. ഇതിൻ്റെ സ്റ്റോറി ആൻഡ് ക്യാരക്ടർ ആർക്സ് ഒക്കെ അടിപൊളിയാണ്. കുറേ തന്നെ ഇതിൽ ഇവർ ഉപയോഗിച്ചിട്ടുള്ള CGI വർക്കുകളും ബാക്കി ഗ്രാഫിക്സ് ഒക്കെ തന്നെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ചില പോരായ്മകളും അവിടെയൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെയാണ് സൂപ്പർമാൻ ആൻഡ് ലൂയിസ്. അതിൻ്റെ സ്റ്റോറി വൈസും തന്നെ അതിൻ്റെ ഒരു എൻഡിങ്ങും അടിപൊളിയാണ്. ഇങ്ങനെ ഒരു സൂപ്പർമാൻ്റെ ഒരു കഥ ഇപ്പോൾ എങ്ങനെ എൻഡ് ചെയ്യാൻ പറ്റും എന്ന് പല സിനിമകളും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതിലിങ്ങനെ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് സാധാരണ വിടാറ്. കാരണം ആ ഒരു ക്യാരക്ടർ ഒരു സൂപ്പർ ഹീറോ പവറുള്ള ഒരു അടുത്ത ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഐക്കോണിക് സാധനമാണ്. സോ അതിനൊരു പ്രോപ്പറായിട്ടുള്ള എൻഡിങ് കൊടുക്കാൻ പറ്റില്ല. ആ ഒരാളുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് വേണം ഓരോ യൂണിവേഴ്സും എൻഡ് ചെയ്യാൻ. പക്ഷേ ഇതിലങ്ങനെയല്ല. ഒരു പ്രോപ്പർ എൻഡിങ് ഈ ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂപ്പർമാൻ്റെയും ലൂയിസിൻ്റെയും കഥയാണത്. അവരുടെ ഫാമിലി ലൈഫാണ് മുഴുവനായിട്ട് ഈ സീരീസിൽ എടുത്ത് കാണിക്കുന്നത്. സോ ആ ഫാമിലി ലൈഫിനൊരു പ്രോപ്പർ കംപ്ലീഷൻ അത് നന്നായിട്ട് തന്നെ കൊടുക്കാൻ അവർക്ക് സാധിച്ചു. പ്രത്യേകിച്ച് 10ാമത്തെ ഈ ഒരു ഫിനാലെ എപ്പിസോഡ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള വലിയ ആക്ഷൻ സീക്വൻസുകളോ കാര്യങ്ങളൊന്നും അല്ല. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വെച്ച് നമ്മൾ ഈ ഒരു കുറേ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്നത് ഈ സീരീസിൻ്റെ മെയിൻ പ്രശ്നങ്ങളിലൊന്ന് ഇതിന് ഉണ്ടായിരുന്ന ബ്രേക്കുകളാണ്. കാരണം ഓരോ എപ്പിസോഡും കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 1-2 മാസമൊക്കെ ബ്രേക്ക് വരാറുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ ബിഞ്ച് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. പക്ഷെ അല്ലാതെ കാണുമ്പോൾ ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ച് കഷ്ടമായിരുന്നു. കാരണം പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരു സാധനത്തിൽ ഒരു പീക്ക് മൊമെൻറ്റിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ ഒരു 1-2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ഒരു 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത എപ്പിസോഡ് ഇറങ്ങി. സോ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമായിരുന്നു ഈ സീരീസിൻ്റെ ഏക പ്രശ്നം. പക്ഷേ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയപ്പോൾ മൊത്തത്തിലൊന്ന് റീവൈൻഡ് ചെയ്ത് ആ ഒരു ഫൈനൽ സീസണിൽ ആ ഒരു ഫിനാലെ എപ്പിസോഡിൽ നമ്മൾ ഇതുവരെ കണ്ട സാധനങ്ങളൊക്കെ കൂടി ഒന്ന് റീവാമ്പ് ചെയ്ത് ഇതായിരുന്നു ഈ ക്യാരക്ടേഴ്സൊക്കെ ആയിരുന്നു ഇവരുടെ ലൈഫിൽ കൂടെ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് ആ ഒരു സ്മോൾ വിൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിലുള്ള ക്യാരക്ടേഴ്സിന് മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കും. ഇറ്റ് ബിക്കെയിം സോ എമോഷണൽ. സോ എങ്ങനെ ഒരു നല്ല സൂപ്പർ ഹീറോ, അത് ഒരു നോർമൽ സൂപ്പർ ഹീറോ സീരീസ് അല്ല, സൂപ്പർമാനാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ, ആ ഒരു ക്യാരക്ടറിന് വെച്ചൊരു ഫാമിലി ലൈഫ് ഓറിയൻറ്റഡ് ഒരു സീരീസ് എങ്ങനെ ഇറക്കാം എന്നുള്ളത് നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടുള്ള സീരീസാണ്. ഒരു പക്ഷേ ഇനി അടുത്ത സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർമാൻ സീരീസുകളൊക്കെ ഇനി വരികയാണെങ്കിൽ ഇത് ഒരു റെഫറൻസ് ആയിട്ട് തന്നെ എപ്പോഴും നിലനിൽക്കും. ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടത് ഇത് ഓവർ ദി ടോപ്പ് സാധനമാണ് അല്ലെങ്കിൽ സ്നൈഡറുടെ സിനിമകൾ പോലെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ച് കാണരുത്. ഇതിന് അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ട്, ബഡ്ജറ്റ് കുറവാണ്. ഞാനീ പറഞ്ഞത് ആരോവേഴ്സിലെയോ അല്ലെങ്കിൽ CWയുടെ മറ്റ് സീരീസുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സീരീസ് ഒരുപടി മുന്നിൽ തന്നെ നിൽക്കുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ടും റൈറ്റിംഗ് കൊണ്ടും ക്യാരക്ടറൈസേഷൻ കൊണ്ടും ഒക്കെ തന്നെ ഒരുപടി മുന്നിൽ നിൽക്കുന്ന സീരീസായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആൻഡ് ഇതിൻ്റെ ആ ഒരു പ്ലോട്ട് തന്നെ അടിപൊളിയാണ്. വെറുതെ രക്ഷകൻ മോഡിലല്ല, ആ ഒരു ഫാമിലിയെ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരുള്ള ലൊക്കാലിറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു സീരീസ് മുഴുവനായിട്ട് നടക്കുന്നത്. അല്ലാതെയുള്ള സൂപ്പർമാനെയൊക്കെ നമ്മൾ പല സീരീസുകളിലും സിനിമകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഈ ഒരു ഫാമിലി സെൻട്രിക് ആയിട്ടുള്ള സൂപ്പർമാൻ ആളുടെ ലൈഫ് ഗംഭീരമായിട്ട് തന്നെ ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നോർമൽ ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റുകളും ഇതിലുണ്ടാകുന്ന ജോണേഴ്സൊക്കെ തന്നെ ഷിഫ്റ്റ് ആവും. ഈവൻ മൾട്ടിവേഴ്സും പാരലൽ വേൾഡ് ഇങ്ങനത്തെ പല കോൺസെപ്റ്റുകൾ വന്ന് പല സൂപ്പർമാനുകളൊക്കെ വന്ന് ഇതിൽ ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്, അവരൊക്കെ നിൽക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഈവൻ ഫൈനൽ സീസണിലടക്കം അവരെ വെച്ച് ചെയ്യുന്ന കുറേ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ഞാനിപ്പോൾ ഇത് എടുത്ത് പറയാൻ കാരണം പലർക്കും ഇങ്ങനെ ഒരു സീരീസ് തന്നെ ഉണ്ട് ഇതുപോലെ അറിയില്ല എന്ന് തോന്നുന്നു. ഭയങ്കര അൺറൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ റെക്കമെൻഡ് ചെയ്ത് പറയുന്നത്. കാരണം ഇന്നലെയാണ് ഇതിന് ഫിനാലെ കഴിഞ്ഞത്. സോ ഓരോ എപ്പിസോഡുകളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള യാതൊരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഇങ്ങനെ സീരീസിനെ പറ്റി ഒരു ചർച്ച പോലെ എവിടെയും വരാറില്ല. സോ അതുകൊണ്ട് ഇങ്ങനൊരു സാധനം ഉണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഒരു പക്ഷേ ആ ഒരു ഗ്യാപ്പായിരിക്കും ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് കിട്ടേണ്ട ഒരു സാധനം. ആ ഒരു ഗ്യാപ്പ് തീർന്നു. ഇനി നിങ്ങൾ കാണുമ്പോൾ ബിഞ്ച് വാച്ച് നിങ്ങൾക്ക് ഒറ്റയടിക്ക് എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റും. ചിലപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു മൂഡ് തന്നെ ചിലപ്പോൾ മാറുന്നുണ്ടാവും. സോ തീർച്ചയായിട്ടും കണ്ടുവെക്കുക.
ഞാനീ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കുറച്ച് പോരായ്മകൾ അവിടെ ഇവിടെ ഒക്കെ ഇത് VFX-ലും ചില ക്യാരക്ടറൈസേഷനിലൊക്കെ ഉണ്ടാവും. ബട്ട് ഈവൻ ദോ വന്നു പോകുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഉള്ള ബഡ്ജറ്റ് വെച്ച് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഷോ തന്നെയാണ് സൂപ്പർമാൻ ആൻഡ് ലൂയിസ്. ഓൾറെഡി ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.